സിവിൽ കോഡിനെ ശക്തമായി എതിർത്തിരിക്കുകയാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. ഏകീകൃത സിവിൽ കോഡിനെ അനുകൂലിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചതിന് തൊട്ടു പിന്നാലെ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അടിയന്തര യോഗം ചേർന്നിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിം നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ യോഗത്തിലാണ് നിർദ്ദിഷ്ട നിയമത്തെ ശക്തമായി എതിർക്കുവാൻ തീരുമാനമായിരിക്കുന്നത്. വിഷയത്തിൽ നിയമ കമ്മീഷന് മുന്നിൽ ശക്തമായ എതിർപ്പ് അറിയിക്കുവാനാണ് തീരുമാനം. ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് ഏകീകൃത സിവിൽ കോഡിനെ ശക്തമായി എതിർക്കുവാൻ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. എതിർപ്പ് വ്യക്തമാക്കി നിയമ കമ്മീഷന് കൈമാറുവാനുള്ള രേഖ ബോർഡ് തയ്യാറാക്കിയിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് എതിർപ്പെന്നത് സംബന്ധിച്ച് കമ്മീഷന് കൈമാറുന്ന രേഖയിൽ വിശദീകരിക്കുകയും ചെയ്യും. ജൂലൈ 14-നകം അഭിപ്രായം അറിയിക്കുവാനാണ് നിയമ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏക സിവിൽ കോഡ് അനാവശ്യവും അപ്രായോഗികവും ബഹുസ്വരവുമായ രാഷ്ട്രത്തിന് തീർത്തും ഹാനികരവുമാണെന്നാണ് യോഗത്തിന് ശേഷം ബോർഡ് വാർത്താക്കുറിപ്പിൽ പ്രതികരിച്ചത്. അനാവശ്യമായ കാര്യത്തിനു വേണ്ടി രാജ്യത്തിന്റെ വിഭവങ്ങൾ പാഴാക്കുകയും സമൂഹത്തിൽ കുഴപ്പങ്ങൾ വിളിച്ചു വരുത്തരുതെന്നും വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെടുന്നുണ്ട്. രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതെന്ന് പേഴ്സണൽ ബോർഡ് അധ്യക്ഷൻ ഖാലിദ് സൈഫുല്ല റഹ്മാനി ആരോപിച്ചു. 2024-ലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് വിഷയം ഉയർത്തുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഗോത്ര വിഭാഗങ്ങളുടെ കുടുംബ നിയമങ്ങളിൽ ഇടപെടുന്നതിൽ നിന്ന് ഭരണഘടനയുടെ 371A, 371G വകുപ്പുകൾ പാർലമെന്റിനെ വിലക്കിയിട്ടുണ്ടെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ചിരുന്നു. ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് ഭരണഘടനയും സുപ്രീം കോടതിയും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ഭോപ്പാലിൽ നടന്ന BJP പരിപാടിയിൽ പറഞ്ഞിരുന്നു. ഒരു രാജ്യത്ത് 2 നിയമങ്ങൾ എങ്ങനെ സാധ്യമാകുമെന്ന് ചോദിച്ച പ്രധാനമന്ത്രി, മുത്തലാഖിനെ പിന്തുണയ്ക്കുന്നവർ മുസ്ലിം പെൺകുട്ടികളോട് ചെയ്യുന്നത് അനീതിയാണെന്നും 2 നിയമവുമായി രാജ്യം എങ്ങനെ മുന്നോട്ടു പോകുമെന്നും ചോദിച്ചു. ഏക സിവിൽ കോഡ് വിഷയത്തിൽ ഇതാദ്യമായാണ് പ്രധാനമന്ത്രി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. അതേസമയം ഏകീകൃത സിവിൽ കോഡിനെ അനുകൂലിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് P. ചിദംബരവും രംഗത്തെത്തിയിരുന്നു. എന്തായാലും ഏക സിവിൽ കോഡിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമമെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ നേട്ടത്തിനാണ് പ്രതിപക്ഷം ഏക സിവിൽ കോഡിനെ ഉപയോഗിക്കുന്നത്. ഭയം കൊണ്ടാണ് പ്രതിപക്ഷം ഒന്നിക്കുന്നതെന്നും മോദി പരിഹസിച്ചിരിക്കുകയാണ്.